أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا علما نافعا. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തു ആൽ ഇമ്രാൻ 74 ആയത്തുകൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വരെ പറഞ്ഞത് 74-ാമത്തെ ആയത്താണ്. ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയല്ലേ. കഴിഞ്ഞ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ, യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ എന്നുള്ള ആയത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകമായിട്ട് നൽകുന്ന ആ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്, എന്താണ് യഥാർത്ഥ മാർഗദർശനം, ആരിൽ നിന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, പിന്നെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ത് യാഥാർത്ഥ്യമായിട്ടുള്ള. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. തീഹി മയ്യഷ, അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഫضലുള്ളത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. അള്ളാഹു ആസിമുൻ അലീം, അവനേറെ വിശാലമായി അറിവുള്ളവനാകുന്നു അല്ലേ, കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം അതെല്ലാം ഓർമ്മയിലുണ്ടാവും വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ അവിടെ വേദക്കാരായ ആളുകൾ വിശ്വാസികളെ നേരായ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ. അവർ പറയുന്നത് എന്താ, നമുക്ക് പകലിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, എന്നിട്ട് അവസാനത്തിൽ അവിശ്വസിക്കുക, അപ്പോൾ അവർ അവിശ്വാസത്തിൽ നിന്ന് തെറ്റി തിരിച്ച് വന്നേക്കാം എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടല്ലേ. സത്യത്തിൽ അത് അവരുടെ ഒരു വ്യാമോഹം മാത്രമാണ്. അവർക്ക് ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള യാതൊരു, അതായത് അവരങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ വിശ്വാസികൾ ഒരിക്കലും എന്താവില്ല, വിശ്വാസത്തിലും തെറ്റിപ്പോകൂല അല്ലേ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും എന്താവൂല, യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും അവരുടെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകൂല എന്ന് അല്ലാഹു തആല പ്രത്യേകം പറയുന്നല്ലേ. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് എടുക്കേണ്ട ആയത്ത് മുതൽ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أهل الكتاب من إن تأمنه بقنطار يؤده إليك ومنهم من إن تأمنه بدينار لا يؤده إليك إلا ما دمت عليه قائما ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون على الله الكذب وهم يعلمون. വീണ്ടും അഹ്ലുൽ കിതാബിൻ്റെ ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. എന്താ പറയുന്നത്, വമിൻ അഹ്ലിൽ കിതാബി വേദക്കാരിലുണ്ട് അല്ലേ. വേദക്കാരിലുണ്ട് ആര്, മൻ ചിലർ, യാതൊരുവർ, അവരെന്താണ്, ഇൻ തഅ്മൻഹു അവരെ വിശ്വസിച്ചാൽ, നീ അവരെ വിശ്വസിച്ചാൽ എന്താണ്, ബിഖിൻതാർ ഒരു ഖിൻതാറിനെ സംബന്ധിച്ച്. ഖിൻതാർ എന്നുള്ള വാക്ക് നേരത്തെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. എന്താന്ന് പറഞ്ഞാട്ടെ, കൂമ്പാരം അല്ലേ. അതെവിടെയാണ് നമ്മൾ പഠിച്ചത് ഖിൻതാർ? ഒരു പ്രതിഫലത്തിനെ കുറിച്ച്
സ്വർണത്തിന്റെ വെള്ളിയുടെയും കൂമ്പാരം എന്ന് പറഞ്ഞു. മാഷാ അല്ലാ, നമ്മൾ ഈ സൂറത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കൂമ്പാരം. അതുപോലെ വേറൊരു പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഖിന്താറ് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? അല്ല, അത് ഖീറാത്താണ്. ഇത് ഖിന്താറാണ്. ഖുർആൻ പാരായണം ചെയ്താലല്ലേ 10 ആയത്ത്? രാത്രിയിൽ ഒരാള് 10 ആയത്ത് പാരായണം ചെയ്താല് അവനൊരു ഖിന്താർ പ്രതിഫലം ഉണ്ട് അല്ലേ. വലിയൊരു കൂമ്പാരത്തിനാന്ന് എന്ത് പറയാ? ഖിന്താർ. ഒരു സിമ്പിൾ ചെറിയ കൂമ്പാരല്ല, കുന്നുപോലെ കുമിഞ്ഞു കൂടുന്ന വലിയ കൂമ്പാരത്തെയാണ് എന്ത് പറയുന്നത്? ഒരു ഖിന്താർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്ന അറിയോ? വേദക്കാരിൽ ചിലരുണ്ട്, വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക്. നീ ഒരാളെ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ എന്ത്? ബിഖിൻതാർ, ഒരു കൂമ്പാരം, കൂമ്പാരം സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ എന്താട്ടെ, യുഅദ്ദിഹി ഇലൈക്, അവൻ എന്താക്കും? അത് തിരിച്ചു തരും, വീട്ടിൽ തരും. നമ്മൾ ഒരാൾക്ക് ഒരു കൂമ്പാരം കണക്ക് സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ, ഈ വേദക്കാരിൽ ചിലരെ കുറിച്ചാണ് പറയുന്നത്, അവരതെന്താക്കും? നിനക്കത് തിരിച്ചു നൽകും, വീട്ടിൽ തരും. കടമായിട്ടോ മറ്റോ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ, അതായത് ഈ വേദക്കാരിൽ ചില ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്, അവരെന്താക്കും? അത് ഒരു കൂമ്പാരം ഉണ്ടെങ്കിലും അത് തിരിച്ചു തരും. എന്നാൽ വമിൻഹും, അവരിലുണ്ട്, മൻ ചിലർ അല്ലെ, യാതൊരുവർ, ഇൻ തഅമൻഹു, നീ അവരെ വിശ്വസിച്ചാൽ അല്ലെ, വിശ്വസിച്ചേൽപ്പിച്ചാൽ, ബിദീനാരിൻ, ദീനാർ, ഒരു ദീനാർ അല്ലെ, ഒരു പൊൻപണം, ഒരു ദീനാർ നീ അവരെ ഏൽപ്പിച്ചാലും, ലാ യുഅദ്ദിഹി ഇലൈക്, അവരെന്താക്കൂല? അത് നിനക്ക് തിരിച്ചു തരൂല, വീട്ടിൽ തരൂല. ആ രീതിയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇല്ലാമാ ദുംത അലൈഹി ഖായിമ, ഇല്ലാമാ ദുംത, നീ ആയിക്കൊണ്ടിരുന്നാലല്ലാതെ, അലൈഹി, അതിൻ്റെ മേൽ, അവൻ്റെ മേൽ, എന്ത്? ഖായിമ, നിലകൊള്ളുന്നവൻ. അതായത് ഇങ്ങനെ പോയി 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 ചോദിച്ച് അടങ്ങാറാക്കിയാൽ എന്താക്കൂ? തരും. അങ്ങനെയുള്ളവരും ഉണ്ട്. ذَلِكَ بِأَنَّهُمْ قَالُوا, അവരെന്ത് കാരണത്താലാണ് അത് അങ്ങനെ പറയുന്നതെന്നാ പറയുന്നത്? ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ, ഞങ്ങളുടെ മേലില്ല, ലൈസ അലൈന, ഞങ്ങളുടെ മേലില്ല, ഫിൽ ഉമ്മിയീന, അതായത് എങ്ങനെയുള്ളവരാന്ന് പറയുന്നത്? നിരക്ഷരായിട്ടുള്ള ആൾക്കാരുടെ മേല്, സബീൽ, ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് അവര് പറയുന്നത് എന്താ വെച്ചാല്, നമ്മള് അക്ഷരജ്ഞാനമില്ലാത്തവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ മേലെ കുറ്റം ഉണ്ടാവില്ല എന്നവർ പറയും. അവരങ്ങനെ പറയും, ഞങ്ങളുടെ മേലെ കൊടുക്കാൻ ഒരു മാർഗവും ഇല്ല. ലൈസ അലൈന ഫിൽ ഉമ്മീന സബീൽ വയഖൂലൂന അലല്ലാഹിൽ കദിബ്, അവരെന്താക്കുന്ന എന്നിട്ട് അള്ളാഹുവിൻ്റെ മേലെ കുറേ നാളായി ചുമയൊന്നും ഇല്ലാത്ത മാറിയിട്ട് പിന്നെയും തുടങ്ങുന്നത്. വയഖൂലൂന അലല്ലാഹിൽ കദിബ്, അവർ അള്ളാഹുവിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമച്ച് പറഞ്ഞതിനാലത്രേ അത്. എന്താ? വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കളവ് പറയുന്നെന്നാ പറയുന്നു. അപ്പൊ അവര് ഇങ്ങനെയുള്ളൊരു വിഭാഗം ആൾക്കാര് വേദക്കാരിലുണ്ട് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ അടുത്ത ആയത്തും കൂടി പറഞ്ഞിട്ട് വിശദീകരണം പറയാം. ബല, അങ്ങനെയല്ല. മൻ ഔഫ ബി അഹ്ദിഹി വത്തഖ, മൻ ഔഫ, ആര് നിറവേറ്റിയോ, പൂർത്തിയാക്കിയോ, ബി അഹ്ദിഹി, തൻ്റെ കരാർ അല്ലെ, തൻ്റെ ഉടമ്പടി, വത്തഖ, സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു, അൽ മുത്തഖീൻ,
സൂക്ഷ്മത പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വേദക്കാരുടെ തനിനിറം വീണ്ടും തുറന്ന് കാട്ടിത്തരിക ചെയ്യുന്നത് അല്ലേ. അവരുടെ സ്വഭാവം പല രൂപത്തിലുള്ള അവരുടെ സ്വഭാവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. വിശ്വാസികളെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രയോഗങ്ങളും നടത്തുന്ന ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ സൂറത്ത് ആൽ ഇമ്രാന് 75-ാമത്തെ ആയത്ത്. അപ്പോൾ ഈ വേദക്കാർ അഹ്ലുൽ കിതാബിന്റെ ആൾക്കാരുടെ കാര്യങ്ങളാ പറയുന്നത് അല്ലേ. അപ്പം വേദക്കാരായ ആൾക്കാരുടെ അവരുടെ പല ദുസ്വഭാവങ്ങളും അല്ലേ നമുക്ക് അള്ളാഹ് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹു താല ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ തന്നെ അല്ലേ. ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരെടുത്താലും നമുക്കറിയാം എല്ലാവരും ഒരേപോലെയല്ല. എല്ലാവരും വ്യത്യസ്ത തരക്കാരാണ് അല്ലേ. ഒരു ഉമ്മാൻ്റെ എല്ലാ മക്കളും ഒരേ സ്വഭാവക്കാരായിരിക്കൂലല്ലോ അല്ലേ. അതേപോലെ തന്നെ ഈ വേദക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരും കുഴപ്പക്കാരല്ല. അവരുള്ള ചില വ്യക്തികൾ എന്താണ് ഒരുപാട് ധനം അല്ലേ, ഒരു കൂമ്പാരം സ്വർണമോ വെള്ളിയോ ധനമോ വിശ്വസിച്ച് ഏൽപ്പിച്ചാലും അവരെന്താക്കും കറക്റ്റ് ടൈമിന് തിരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള നല്ല മനസ്ഥിതിയുള്ള നല്ല ആൾക്കാരുണ്ട്. എന്നാൽ ചിലരെന്താണ് ഒരു പൊൻപണം അല്ലെ ഒരു ദീനാറ് വിശ്വസിച്ച് കൊടുത്താലും എന്താക്കൂല, ഇങ്ങനെ ചോദിച്ച് അതിൻ്റെ മേലെ തന്നെ നിന്നാൽ, അതായത് അത് തിരിച്ചു മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒരാൾ അതിന് മെനക്കെട്ടാലല്ലാതെ അവരെന്താക്കൂല തിരിച്ചു കൊടുക്കൂല. അങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരും ഉണ്ട്. അവർ തിരിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്താ ന്യായം പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ ഇവരെന്താണ് വേദക്കാരല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയാലുള്ള കഥയാണെന്നല്ലോ പറയുന്നത്. അപ്പോൾ ഈ വേദക്കാരായ ആൾക്കാരാന്ന് പറയുന്നത് എന്ത്, വേദക്കാരല്ലാത്തവരോടുള്ള ബാധ്യതകൾ അങ്ങനെ നിറവേറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ ധനം നമ്മൾ ഉപയോഗിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. പിന്നെ സ്വന്തം സമുദായത്തിലുള്ള ആൾക്കാരോട് മാത്രം കടമകൾ നിർവഹിക്കണം എന്നുള്ളത് നിർബന്ധമുള്ളൂ. അല്ലാതെ പിന്നെ അങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എന്നുള്ള നിലക്കാണ് അവരെന്താക്കുന്നത്, ആ ഒരു വാദം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സത്യത്തിൽ അവർ പറയുന്നത് വെറും വ്യാജവാദങ്ങൾ മാത്രമാണെന്നുള്ളതാണ് അല്ലാഹു തആല അവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അല്ലേ. അതായത് ദാലിക ബിഅന്നഹും ഖാലൂ ലൈസ അലൈനാ ഫിൽ ഉമ്മിയീന സബീൽ വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ. അവരെന്താണ് അള്ളാഹുവിൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവരാണ്. വഹും യഅലമൂൻ, അവരറിഞ്ഞോണ്ട് തന്നെ കളവ് കെട്ടിച്ചമച്ച് പറയുന്ന ആൾക്കാരാണ് ഇവര് എന്ന് പറയുന്നത്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്, കരാർ പാലനം എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെ മേലെയും നിർബന്ധമായ ബാധ്യതയാണ് അല്ലേ. അത് ഒരാൾ മുസ്ലിം ആണെങ്കിൽ അവൻ്റെ മേലെ നിർബന്ധമായ ഒരു ബാധ്യതയാണ് അല്ലേ, ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യതയോടെ അത് നിർവഹിക്കുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് പഠിച്ചല്ലേ മുനാഫിഖീങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചു. ഈ വേദക്കാരും മുനാഫിഖീങ്ങളും ഏകദേശം ഒരേ തരത്തിലുള്ള ആൾക്കാരാണ് അല്ലെ, ഒരേ തട്ടകത്തിലുള്ള ആൾക്കാരാണ്. ഏറെക്കുറെ നമ്മൾ മുനാഫിഖീങ്ങളുടെ ഇത് പറയുമ്പോൾ അവിടെ എല്ലാം ഈ വേദക്കാരുടെ ആ സ്വഭാവങ്ങളാണ് നമുക്ക് അവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. അവരിൽ നിന്ന് തന്നെയാണ് ഒരു വിഭാഗം ഈ മുനാഫിഖീങ്ങൾ ഉടലെടുത്തത് പോലും. അപ്പം പിന്നെ വിശ്വാസികളാന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ കൂടെ കൂടിയിട്ട് വിശ്വാസികളെ പോലെ അന്നും ഇന്നും അങ്ങനെയുള്ള കൂട്ടരുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പം അവരുടെ പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതന്നെ അല്ലേ, കരാറ് ലംഘിക്കുക എന്നുള്ളത്. പിന്നെയോ അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണം.
ചില ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, സ്വന്തം മതത്തിലുള്ള ആൾക്കാരോട് എല്ലാ കാര്യത്തിലും ഭയങ്കര ശ്രദ്ധ പുലർത്തും, പക്ഷെ അന്യമതസ്ഥരോടോ അല്ലെങ്കിൽ അന്യജാതിക്കാരോടോ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ശരിയായ രീതിയിൽ പിന്നെ ചെയ്യൂല. അപ്പം ഈ ഒരു വിശ്വാസം വേദക്കാരായ ഈ യഹൂദികൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്ത്, സ്വന്തം ജാതിക്കാരോട് അങ്ങനെ പിന്നെ കടം പിന്നെ വാങ്ങിച്ച് കൊടുക്കാണ്ടിരിക്കാനോ പിന്നെ അവരോട് ആ രീതിയിൽ ചെയ്യാനോ പാടില്ല. പക്ഷെ മറ്റ് ജാതിക്കാരോട് പിന്നെ വിട്ട് എന്താ പറയുക, അത് വാങ്ങുന്നതിനും ഇതാക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്നുള്ള നിലക്കാണ് അവരുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുസ്ലിങ്ങൾക്കിടയിൽ പോലും, അതായത് അജ്ഞരായ ചില വിഡ്ഢികളായ മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ധാരണകൾ കടന്നുകൂടാറുണ്ട് എന്ന് പറയുന്നത് അല്ലേ. സത്യത്തിൽ വിശ്വാസ്യത പാലിക്കുന്ന വിഷയത്തിൽ, നീതി പാലിക്കുന്ന വിഷയത്തിൽ എല്ലാം അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെയാണ് പറയുന്നത്. ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത്, എൻ്റെ സാരം പറയുന്നതെന്ന്, നിരക്ഷരജ്ഞരുടെ കാര്യത്തിൽ നിങ്ങളുടെ മേൽ ഒരു ബാധ്യതയും ഉണ്ടാവാൻ മാർഗമില്ല എന്ന വേദക്കാർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ കളവ് പറയുകയാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന ഇത്തരം ഏത് കാര്യവും എൻ്റെ ഈ രണ്ട് കാലടികൾക്കിടയിലാക്കപ്പെടാതെയില്ല. അതായത് കാലിൻ്റെ അടിയിലേക്ക് ആക്കി ഈ ഒരു ജാഹിലിയത്തിലെ ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൻ്റെ അടിയിലേക്ക് ആക്കിയെന്ന് വെച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്, തള്ളപ്പെട്ടു പോയിരിക്കുന്നു. അമാനത്ത്, അതായത് വിശ്വസ്തതയുടെ കാര്യം ഒഴികെ അതാകട്ടെ പുണ്യവാനോടും ദുഷ്ടനോടും നിർവഹിക്കപ്പെടേണ്ടതാകുന്നു. ജാഹിലിയത്തിലുണ്ടായ മിക്ക എല്ലാ കാര്യങ്ങളും തള്ളപ്പെടേണ്ടതാണ്, എന്നാൽ ഈ അമാനത്ത് പാലിക്കൽ ഒഴികെ എന്നുള്ളതാണ് പറയുന്നത്. അമാനത്ത് പാലിക്കുന്ന കാര്യത്തിൽ അത് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ പുണ്യം പ്രവർത്തിക്കുന്നവനെന്നോ ദുഷ്ടനെന്നോ വ്യത്യാസമില്ല. അവരെ എല്ലാവരോടും തുല്യനീതി അല്ലേ. അമാനത്ത്, വിശ്വസ്തത, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാന്നുള്ളതെല്ലാം അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാത്ത നിലക്ക് തന്നെ അതെന്താക്കണം, അത് കൃത്യതയോടെ നിർവഹിക്കണം എന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരായത്തിലൂടെ കൃത്യമാക്കിയിട്ട് മനസ്സിലാക്കി തരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഒരിക്കലാകാൻ പാടില്ല അല്ലേ. ശരിക്കും നമ്മളെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, അതെങ്ങനെയാണെന്നറിയോ, പിന്നെ ചിലർ പിന്നെ ചെറിയ പൈസ വാങ്ങും, ആദ്യം കടം വാങ്ങും, എന്നിട്ട് പറഞ്ഞ ഡേറ്റിന് കൃത്യമായിട്ട് എന്താക്കും, വേഗം തിരിച്ചു കൊടുക്കും. അപ്പോൾ അവർക്കൊരു വിശ്വാസം വന്നല്ലേ, വാങ്ങിക്കൊണ്ടുപോകുന്ന ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുറച്ച് ചെറിയ 500 1000 വാങ്ങും. എന്നിട്ട് പിന്നെ തിങ്കളാഴ്ച തരാം വെള്ളിയാഴ്ച തരാമെന്നെല്ലാം പറഞ്ഞാൽ ആ ദിവസം തന്നെ ആ സമയത്ത് തന്നെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അവരിലെന്തായി, ഇവൻ നല്ലൊരു വിശ്വസ്തനാന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുത്തരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കാപട്യം ഉണ്ട്. എന്തെന്നറിയോ, ഇവരെ ആദ്യം എന്താക്കും, വിശ്വസിപ്പിക്കും. എന്നിട്ട് ചോട്ട എമൗണ്ടാണ് ആദ്യം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടാകുക. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക, വലിയ എമൗണ്ട് വാങ്ങും. ഇവർ വിചാരിക്കും ചോദിച്ചിട്ട് ഇതുവരെ തിരിച്ചു കൊണ്ട് തരാണ്ട് തന്നിട്ടില്ല അല്ലേ, 10,000 അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 1,00,000 ചോദിച്ചിട്ട് വാങ്ങും. പിന്നെ അയാൾ അഡ്രസ്സ് ഉണ്ടാവില്ല, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കൂല. എങ്ങനെ പല അനുഭവങ്ങളുണ്ട്, ഇങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്. സത്യത്തിൽ അത് വലിയ കാപട്യാണ്, വലിയൊരു നിഫാഖാണ്. അത് വെച്ചാൽ ആദ്യം അവരിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയിട്ട് അവരെ പറ്റിക്കാം അല്ലേ, അതും ഒരു കാപട്യം തന്നെയാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ഇത്തരക്കാരിൽ ഒരിക്കലും പെട്ടുപോകാനേ പാടില്ല. ഈ ഒരു കൃത്യത എന്നുള്ളത് നമ്മളിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലേ. നിങ്ങളിൽ ഉത്തമർ, നിങ്ങളിൽ ഏറ്റവും അക്രമക്കും മാന്യന്മാർ അല്ലേ, ഏറ്റവും മാന്യന്മാരായിട്ടുള്ളവർ ആരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല
പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യരെ അള്ളാഹു തആല സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ സൂറത്തുൽ ഹുജുറാത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട് യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ നിങ്ങളെ ഞാൻ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു നിങ്ങളെ ഞാൻ എന്നിട്ട് എന്താക്കി കക്ഷികളും ഗോത്രങ്ങളും ഒക്കെ ആക്കി മാറ്റി അല്ലേ എന്തിനു വേണ്ടിയാണ് ആക്കിയെന്ന് പറയുന്നത് അതിനെക്കൊണ്ട് പരസ്പരം അഹങ്കരിക്കാനും പിന്നെ പരസ്പരം പൊങ്ങച്ചം കാണിക്കാനും ആൾക്കാരെ മുമ്പിൽ പിന്നെ ഫഖറ് പറയാനൊന്നുമല്ല അല്ലേ അള്ളാഹു ചിലരെ ചില നല്ല ഗോത്രങ്ങളിൽ വലിയ ഉത്തമ ഗോത്രങ്ങളിൽ ഉൾപ്പെടുത്തി ചിലർ ചില അല്ലേ താഴ്ന്ന ഇതിൽ വന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഇടയ്ക്കിടയ്ക്ക് ഓരോരാൾ അൺമ്യൂട്ട് ആവുന്നുണ്ടല്ലോ വെറുതെ ഫോൺ തൊട്ട് കളിക്കണ്ട അപ്പോൾ പിന്നെ അള്ളാഹു തആല എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയതെന്നാ പറയുന്നത് നിങ്ങളെ പരസ്പരം ലിതആറഫു അല്ലേ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ രാജ്യക്കാരെ കാണുമ്പോൾ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ സുബ്ഹാനല്ലാഹ് ചില നാട്ടിലുള്ള ആൾക്കാരെ വേഷവിധാനത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചിലരുടെ സംസാരത്തിൽ തിരിച്ചറിയാൻ പറ്റും ചിലരുടെ കളറിൽ തിരിച്ചറിയാൻ പറ്റും അല്ലേ സുബ്ഹാനല്ലാഹ് എല്ലാം അള്ളാഹുവിൻ്റെ ഒരു ഖുദ്റത്ത് തന്നെയാണ് അല്ലേ ഓരോ കാര്യങ്ങളും അപ്പോ ഒരു മിനിറ്റ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു അല്ലേ നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഇങ്ങനെ വ്യത്യസ്ത കക്ഷികളും ഗോത്രങ്ങളും ഒക്കെ ആക്കിയിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് അല്ലേ എന്നിട്ട് അല്ലാഹു തആല നിങ്ങൾ എങ്ങനെ എത്ര വലിയ ഉന്നതമായ കുലജാതിയിൽപ്പെട്ട അല്ലെ വലിയ തറവാട്ടുകാരാണെന്ന് വാദിച്ചാലും ഏത് പിന്നെ എന്താ പറയുക രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ മോനായാലും ഏത് വലിയ മന്ത്രീൻ്റെ പുത്രനായാലും പുത്രിയായാലും അവിടെ അതിനൊന്നും അല്ല സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം എന്നുള്ളത് ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരവുള്ളത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും അല്ലേ നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവർ മാന്യന്മാരാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ തഖ്വയുള്ളവരാണ് സൂക്ഷ്മത പാലിക്കുന്നവരാണ് ഇന്നല്ലാഹ അലീമുൻ ഖബീർ നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മമായി എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണ് അള്ളാഹു അപ്പം ആ ഒരു വിഷയം നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് കാരണം അള്ളാഹുവിൻ്റെ അടുക്കലാണ് നമുക്ക് ആദരവ് ലഭിക്കേണ്ടത് അല്ലേ അല്ലാതെ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്നോ പിന്നെ സമൂഹത്തിൽ നമുക്ക് നല്ല സ്ഥാനമുണ്ടാകണമെന്നോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാനേ പാടില്ല കാരണം എന്താ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് യാതൊരു ഫലവും ഇല്ല അതെ ടീച്ചറെ ഈ ആയത്തായിരുന്നല്ലോ വേൾഡ് കപ്പിന് ഓതിയിരുന്നത് അതെ നല്ല ഇതായിട്ടുണ്ടായിരുന്നത് പ്രചാരത്തിലിറങ്ങിയെന്നെ അതെ അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കലാണ് നമുക്ക് സ്ഥാനം നമ്മൾ ആഗ്രഹിക്കേണ്ടതും അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് തഖ്വയുള്ളവരാവുക എന്നുള്ളതുമാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം അല്ലേ സൂറത്തുൽ മുത്തഫിഫീൻ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം അല്ലേ നമുക്ക് സുപരിചിതമായ സൂറത്താണ് അമ്മ ജുസയിലുള്ള സൂറത്തുൽ മുത്തഫിഫീൻ മിക്ക ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവും അള്ളാഹു താല അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്താണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം അല്ലേ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വൈദാ കാലുഹും ഔ വസനുഹും യുഖ്സിറൂൻ അലാ യظن ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം അല്ലാഹു തആല അവരെന്താ ചെയ്തെച്ചാൽ പിന്നെ ജനങ്ങൾ അവർ പറ്റിക്കുന്ന ഒരു സ്വഭാവം അല്ലേ അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ തുടങ്ങി അവർ അളന്ന് കൊടുക്കുന്ന സമയത്ത്
അവര് വഞ്ചന കാണിക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ അല്ലാഹു തആല അവരോട് ചോദിക്കുന്നുണ്ട്, എന്ത്? അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ, ഇവര് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു ഇവര് വിചാരിക്കുന്നില്ലേ? എന്താ ഇവരെ വിചാരം? അല്ലേ? ലിയൗമിൻ അദീം, ഒരു മഹത്തായ ഒരു ദിവസത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന ഒരു വിചാരം ഇവർക്കില്ലേ? എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഏതൊരാളും ചിന്തിക്കേണ്ട, അല്ലെ? എല്ലാവരോടും ഉള്ള ഒരു ചോദ്യമാണ് ഇത്. അല്ലാഹു തആലയുടെ ഒരു ചോദ്യമാണ്, അല്ലെ? അന്ന് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബ് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ജനങ്ങളെല്ലാവരും നിൽക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അന്ന് നിൽക്കേണ്ടവരാണ് എല്ലാവരും, അന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. അപ്പോൾ അന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കും നിൽക്കേണ്ടി വരിക? നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിച്ചവരായിക്കൊണ്ട് കുറ്റവാളികളെ പോലെയാണോ നിൽക്കേണ്ടി വരിക? അതല്ല നമുക്ക് തല ഉയർത്തിക്കൊണ്ട് അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമോ? ഓരോരുത്തരും ചിന്തിക്കണം, അല്ലേ? നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലേ, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ അണിനിരക്കേണ്ടവരാണ്. അന്ന് നമുക്ക് അള്ളാഹിൻ്റെ ആദരവ് ലഭിക്കുമോ? അള്ളാഹു ആദരിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ നമ്മൾ? അതല്ല നമ്മൾ നിന്ദ്യരായി അപമാനിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിലായിരിക്കുമോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പം ഇവിടെ ഈ യഹൂദികളുടെ ഈ ഒരു സ്വഭാവം നമുക്ക് അല്ലാഹു തആല കാണിച്ചു തരുമ്പോൾ അതിൽ നമ്മൾ എന്താ പാഠം ഉൾക്കൊള്ളേണ്ടത്? ഒരിക്കലും നമ്മൾ ആ രൂപത്തിലാകാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലേ? ഒരിക്കലും ആ രൂപത്തിൽ നമ്മൾ ആവാനേ പാടില്ല. അങ്ങനെ ആയാൽ നമ്മൾ നഷ്ടക്കാരിലാണ് പെട്ടുപോകുക. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന നല്ല, അല്ലേ, ആ ഒരു ഇതിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളെ ജീവിതം ആ രൂപത്തിലാകണം, അല്ലെ? സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അല്ലേ? ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ, ആ കൂട്ടർ അവർ അനുഗ്രഹീതമായ, ആദരവിൻ്റെ സ്വർഗത്തോപ്പിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആദരവിൻ്റെ ആ സ്വർഗപ്പൂങ്കാവനം സൂറത്തുൽ മആരിജിൽ, ഈ ആദരവിൻ്റെ സ്വർഗപ്പൂങ്കാവനം ലഭിക്കുന്ന, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആദരവ് ലഭിക്കുന്ന ആളുകളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഗുണങ്ങൾ? ഒരുപാട് വരുന്നുണ്ട്, അല്ലേ? ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? അമാനാത്ത് അവിടെ വരുന്നുണ്ട്. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ അവരുടെ കരാറുകൾ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ. സൂറത്തുൽ മആരിജിലെ പഠിച്ച ആയത്തുകളാണ് നിങ്ങൾ, എന്നാലും ഒന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കണേ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആയത്തുകളുടെ അർത്ഥമൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. 22 മുതൽ 35 വരെയുള്ള ആയത്തുകളും അതിൻ്റെ അർത്ഥവും വിശദീകരണം ഒന്ന് നോക്കുക കേട്ടോ. സൂറത്തുൽ മആരിജ് 22 മുതൽ 21 അത് സൂറത്ത് ഫുള്ളായിട്ട് തന്നെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കോ. ഇതൊന്ന് പ്രത്യേകം 35-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്, അവിടെ അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കുന്ന ആ വിശ്വാസികളുടെ ഗുണങ്ങളാണ് അല്ലാഹു തആല അവിടെ പ്രത്യേകം പറയുന്നത്. അതിൽ പറഞ്ഞതാണ് എന്ത്? അവരെ വിശ്വസിച്ചേൽപ്പിച്ച കരാറുകൾ, അമാനത്തുകൾ, അത് പാലിക്കുന്നവരാണ് അവർ. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ, അല്ലേ? സാക്ഷ്യം അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ആദരവ്, അല്ലേ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആദരവ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തണം. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അള്ളാഹുവിങ്കിൽ ആദരിക്കപ്പെടുന്ന ഏറ്റവും മാന്യന്മാരായ നല്ല അടിമകളുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാതാ.
ഈ യഹൂദികളുടെ, വേദക്കാരുടെ, മുനാഫിഖീങ്ങളുടെ ഈ ദുഷിച്ച ഗുണങ്ങളൊന്നും നമ്മളിൽ വന്നു ചേരാതെ നമ്മൾ മുന്നോട്ട് പോകാനാണ് പരിശ്രമിക്കേണ്ടത്. ഒരിക്കലും നമ്മളിൽ വന്നു പോകാൻ പാടില്ല. വളരെയേറെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. അപ്പം തഖ്വ എന്നുള്ളത് നമ്മൾ പല നിലക്കും അതിൻ്റെ വിശദീകരണവും ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയല്ലേ, അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്താണ്? വേദക്കാരിൽ ചിലരുണ്ട്, അവര് ഒരു വലിയ കൂമ്പാരം സ്വർണ്ണ സമ്പത്ത് ഏൽപ്പിച്ചാലും ചിലപ്പോൾ തിരിച്ചു തരും. അങ്ങനെയുള്ള നല്ല മാന്യന്മാരുണ്ട്. എന്നാൽ ഒരു ദീനാറ് കൊടുത്താൽ അതുപോലും തിരിച്ചു തരാത്ത ആളുകളുണ്ട്. ഈ ദീനാറിൻ്റെ വിഷയം പറയുമ്പോൾ ഒരു ഒരാൾ പറയുന്നുണ്ട്, എന്തെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നില്ലേ, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല. പിന്നെന്താ ഭയപ്പെടുന്നത്? അവരുടെ സമ്പത്തിന്റെ ആധിക്യം, അല്ലെ, ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെ. ഈ ദീനാറ് എന്ന വാക്കിന് ചില ഉലമാക്കൾ പറയുന്ന അതിൽ തന്നെ രണ്ടും ഉണ്ട്. ഈ ദീനാറിൽ രണ്ടും ഉണ്ട്, അതായത് ദീനും ഉണ്ട് നാറും ഉണ്ട്. മതി അൽമാരി ദീനും ഉണ്ട് നാറും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഏതും കിട്ടും. സുബ്ഹാനല്ലാഹ്, അല്ലെ. ഞാനും ഇത്ര കാലമായിട്ട് അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ സമ്പത്ത് എന്ന് പറയുന്നതാണല്ലോ ഈ ദീനാർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ദീനും ഞാറും കൂടിയിട്ടുള്ളതാണ് ദീനാർ. നമുക്ക് അതിനെ കൊണ്ട് അതായത് മതത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുകയും ചെയ്യാം, നരകം മേടിക്കുകയും ചെയ്യാം. ഇത് രണ്ടിനും സാധ്യതയുള്ളതാണ്. അതിലെ വാക്കിൽ തന്നെ ഉണ്ട് എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച്, അല്ലെ, നമ്മൾ കൈകാര്യം ചെയ്യേണ്ട, ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് സമ്പത്തിന്റെ മേഖല എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മൾ അല്ലെ ഈ ദുനിയാവിന്റെ പിറകെ ആയി പോകുന്നില്ലേ പലപ്പോഴും. നമ്മൾ സൂറത്തുൽ ഹദീദിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ സദക്കയുടെ ഒരുപാട് മഹത്വങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ സദക്കയും കൂടിയല്ല പറയുന്നത്, ഒരു കടമായിട്ട്, അല്ലെ, ഒരാളടുത്തുനിന്ന് ഒരാള് നമ്മളെന്തെങ്കിലും വെക്കാൻ ഏൽപ്പിച്ച്, ഇനിയിപ്പം ഇവിടെ സമ്പത്തല്ല, ഇനി എന്തെങ്കിലും ഒരു അമാനത്തായിട്ട് ഒരു കാര്യം നമ്മളോട് സൂക്ഷിച്ച് ഏൽപ്പിച്ചെന്ന് വിചാരിക്കാം. അവിടെയും നമ്മൾ എന്താക്കണം, വളരെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം, അല്ലെ. ഒരാൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാൻ പാടില്ല. ചില കാര്യങ്ങളില്ലേ, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചിട്ട് വേറെ ആരുടെയെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവർ ആരോടും പറയണ്ട എന്ന് പറയാൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും നമ്മളത് ശരിക്കും അത് നമ്മളെ വിശ്വസിച്ച് അവർ പറയുന്നതായിരിക്കും ചില കാര്യങ്ങൾ. അപ്പോൾ എന്താക്കാൻ പാടില്ല, അത് നമ്മൾ ആരോടും പറയാൻ പാടില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പം ആരെങ്കിലും നമ്മളടുത്ത് ഇതുപോലെ കടം പൈസ വാങ്ങിച്ച് എന്നിട്ട് അവർ തിരിച്ചു തരുന്നില്ല എന്ന് വിചാരിക്കും. അപ്പം ഇല്ലേ ചില ആൾക്കാർ എന്താക്കുന്നറിയോ, എന്താ പറയുക, സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് തന്നെ അവരെ എന്താക്കും, വഷളാക്കും. ചില ആൾക്കാർ പറയൂ, എങ്ങനെയാണെന്നറിയോ, ഇന്ന ആളില്ലേ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് തന്നിട്ടില്ല. അതൊരു അപമാനിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കൊച്ചാക്കുന്ന രീതിയിൽ ഒരു കുറ്റം എന്നുള്ള നിലക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കും. സത്യം പറഞ്ഞാൽ അവിടെ ഈ കൊടുത്ത ആൾ തിരിച്ചു തരാത്തതിനെക്കാട്ടിയും വലിയ കുറ്റമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പം അങ്ങനെ അത് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അതായത് ഒരാളെ നമ്മൾ അപമാനിക്കുന്ന രീതിയിൽ അയാളെ ഇപ്പം നമ്മൾ സത്യം തന്നെ നമ്മൾ പറയുന്നത് സത്യമാണ്. ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഒരാളടുത്ത് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് അവർ നമുക്ക് തിരിച്ചു തരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ആരോട് പറയാമെന്നറിയോ, അവരുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് നമ്മളെ പ്രശ്നത്തിന് ഒരു സോൾവ് ആക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം. ഇന്ന പോലെ നിങ്ങളെ ഇന്ന ആളുണ്ടല്ലോ, അവർ ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, അതൊരു എന്താ പറയുക, നല്ല അതിലൊരു ഇസ്ലാഹ് ഉണ്ടാകണം, ഒരു നന്മ ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമേ പറയാൻ പാടുള്ളൂ. ഇന്ന പോലെ ഉണ്ട്, അപ്പോൾ അതെനിക്കൊന്ന് ക്ലിയർ ആക്കി തരണം, കുറേ ആയി
വാങ്ങിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ പിന്നെ മുങ്ങി നടക്കുന്നു, അതിലെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ള നിലക്കൊക്കെ നമുക്ക് ആരോടെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ആളോട് പറയാന്നല്ലാതെ വേറൊരാളോട് ഒരാളെ കാര്യം ഇപ്പം നമ്മളെ പറ്റിച്ച് ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുന്നു ഒരാളെ കുറിച്ചിട്ട്, ഇങ്ങനെ ഒരാൾ എന്നോട് കടം ചോദിച്ചിന്, നിനക്കറിയോ അവരെ കുറിച്ച് എന്താന്ന്, അങ്ങനെല്ലാം ചോദിച്ചാൽ എന്താക്കുക, അന്നേരം പറയാ ഞാനിങ്ങനെ കൊടുത്തിട്ട് തന്നിട്ടില്ല, നീ ആലോചിച്ച് ചെയ്താൽ മതി എന്നെല്ലാം പറയാം. അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഒരാളുടെ ഇത്തരത്തിലുള്ള ഒരു വൈബ് ഉണ്ടാവില്ല, ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും തിരിച്ച് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും മുങ്ങി നടക്കുന്നുണ്ടാവുക. പിന്നെ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ അയാളെ കണ്ടാൽ എന്താ ചെയ്യാന്നുള്ളത്, ഫോൺ എടുത്താൽ എന്താ പറയുക, ഒന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ പ്രയാസപ്പെടുന്നതുകൊണ്ടായിരിക്കും കൊടുക്കാത്തത്. അപ്പം അങ്ങനെയുള്ളവരുടെ പ്രയാസം നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമുക്കത് പോട്ടെ എന്ന് വെക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ ആണെങ്കിൽ അതങ്ങ് വിട്ടേക്കാം. കാരണം കടം കൊടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്നതിന് ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ്. പിന്നെ അയാൾക്കത് തിരിച്ചു തരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് പോട്ടെ എന്ന് വെച്ചിട്ട് അവന് പൊരുത്തപ്പെട്ടു കൊടുത്താലോ ഭയങ്കര പ്രതിഫലമാണല്ലേ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ഏറെ പദവിയും ശ്രേഷ്ഠതയും ആദരവും ഒക്കെ നേടിത്തരുന്ന കാര്യങ്ങളാണ്, വിട്ടുവീഴ്ച മനോഭാവം അല്ലേ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജൂതന്മാരുടെ ഇത്തരം സ്വഭാവങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക. പിന്നെ പിന്നെ പറയന്തേ ഇങ്ങനത്തെ ആളൊന്നും പറ്റിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അറിവില്ലാത്ത ആളെ അല്ലേ, അല്ലെങ്കിൽ നമ്മളെ ഗോത്രത്തിൽപ്പെട്ട ആളൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ നിരക്ഷരന്മാരായ ആൾക്കാരത് പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിക്ക് അവരെ അവകാശങ്ങൾ നമ്മൾ എടുക്കുക, ഇതെല്ലാം ജൂതന്മാരുടെ സ്വഭാവമാണ്. ഇത് നമ്മൾ അഹ്ലു കിതാബിൻ്റെ ഇത്തരം ദുസ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകാനേ പാടില്ല. അല്ലാഹു തആല പറയുന്ന അതാണ്, ബല അങ്ങനെയല്ല അല്ലേ, ബല മൻ ഔഫാ ബി അഹ്ദിഹി, ആര് തൻ്റെ കരാർ നിറവേറ്റുകയും വത്തഖ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തുവോ, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, നിശ്ചയമായും അള്ളാഹു മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ വേറെ ആരുടെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഈ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെയാണ് നമ്മൾ മാനിക്കേണ്ടത്. ഈ ഒരു കാര്യത്തിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ഇത് പോകാനേ പാടില്ല. അടുത്തൊരായത്തും കൂടി പറയാം. എന്താ പറയുന്നത്, അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീല, നിശ്ചയമായും ഇന്നല്ലദീന യശ്തറൂന വാങ്ങുന്നവർ, നിശ്ചയമായും വാങ്ങുന്നവർ, ബിഅഹ്ദില്ലാഹി അള്ളാഹുവിനോടുള്ള കരാറിന്, വഅയ്മാനിഹിം തങ്ങളുടെ സത്യങ്ങൾ ശപഥങ്ങൾക്കും, സമനം ഖലീല തുച്ഛമായ വില വാങ്ങുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നത് എന്താ അറിയോ, ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അവർക്ക് പരലോകത്തിൽ ഒരു ഓഹരിയും ഇല്ല. ഓഹരി ഇല്ല എന്ന് മാത്രല്ല, വലാ യുകല്ലിമുഹുമുല്ലാഹ് അല്ലേ, അവരോട് അല്ലാഹു തആല സംസാരിക്കൂല, വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി, അവരുടെ നേർക്ക് ഖിയാമത്ത് നാളിൽ നോക്കുകയും പോലുമില്ല, വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല, വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇതേപോലത്തെ ഒരായത്ത് സൂറത്തുൽ ബഖറയിലില്ലേ? ഏതാന്ന് വേഗം ഓദിക്കോ. അതൊരു കറക്റ്റ് ആകാത്ത പോലെ. ഒന്നും കൂടി ഓതിയാട്ടെ. കിട്ടുന്നില്ലേ? ഓതി നോക്കുന്നതാ. എന്തോപ്പാ ആരും ഇല്ലേ ഇതൊന്നും പറഞ്ഞുതരാന്?
ആ അതന്നെ. അത് ഒരുപോലത്തെ രണ്ടായത്തുകളുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടായത് അല്ലേ? ഓത് ഓത് ഓത്. ആ بسم الله الرحمن الرحيم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك അതല്ല, ആ ആയത്തല്ല. ഈ ആയത്തും പിന്നെ വരും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പുറത്തെ ആയത്താ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയസ്തറൂന ബിഹി തമനൻ ഖലീലൻ ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഏകദേശം സാമ്യതയുള്ള രണ്ടായത്തുകളാണ്. എനിക്കും എപ്പോഴും ഓതുമ്പോൾ തെറ്റുന്ന രണ്ട് ആയത്തുകളാണ് ഇത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് അല്ലെ? അള്ളാഹു ഇറക്കിയതിനെ മറച്ചു വെച്ചിട്ട്, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അതിനെ വയസ്തറൂന ബിഹി തമനം ഖലീല, അല്ലെ, തുച്ഛമായ വിലക്കത് വിൽക്കുന്നു, വാങ്ങുന്നു. അങ്ങനെയുള്ളവരെന്താ? ഉലൈകമായ ഖുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. അവർ അവരുടെ വയറുകൾ നിറക്കുന്നത് എന്താണ്? തീയല്ലാതെ, അല്ലെ, ഭക്ഷിക്കുന്നില്ല. മാത്രല്ല വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കൂല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. 174 ആയത്ത് അല്ലേ? പിന്നെ ഉലൈകല്ലദീന ഇസ്തറവുദ്ദലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ. എന്താ? അവര് ഹിദായത്തിന് കൊടുത്തിട്ട് ദലാലത്ത് വാങ്ങിയവരാണ് ആൾക്കാർ, അല്ലേ? പാപമോചനം കൊടുത്തിട്ട് ശിക്ഷ വാങ്ങിയ ആൾക്കാരാണ്. അവരുടെ കാര്യങ്ങളാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ശരിക്കും നമ്മൾ ഈ സൂറത്ത് ആൽ ഇംറാൻ പഠിക്കാൻ തുടങ്ങിയപ്പില്ലേ, ഒട്ടുമിക്ക ആയത്തുകൾ എടുക്കുമ്പോൾ നമുക്ക് അതുമായി കണക്ഷനുള്ള അതേപോലത്തെ ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ കാണാൻ കഴിയും, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പം ഇന്ന് എടുത്ത ആയത്തിലും കഴിഞ്ഞ ആഴ്ച എടുത്ത ആയത്തും എല്ലാം നമുക്ക് അതിലും ഇല്ലേ? അപ്പുറത്ത് പിന്നെ യഖ്തസ്സു ബി റഹ്മതിഹി അങ്ങനെ തന്നെ ഇല്ലേ സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ? അതേപോലെ തന്നെ ഇവിടെയും, അല്ലെ? എത്രയും സാമ്യതയുള്ള ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര കണക്ഷൻ അല്ലേ, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്ഷനാണ്. അപ്പം നമുക്ക് ഇവിടെ അല്ലാഹു തആല പറയുന്നത് എന്താ? അള്ളാഹുവിനോടുള്ള കരാറ്, അല്ലേ? സ്വന്തം ശബദങ്ങൾ തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ആൾക്കാർ, അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരിയില്ല. പരലോകത്ത് ഓഹരിയില്ല എന്നുള്ള വിഷയം നമ്മൾ സൂറത്തുൽ ബഖറയിൽ കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട്, അല്ലേ? ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ എന്നുള്ള നിലക്ക് ഒരുപാട് 2-3 സ്ഥലത്ത് എന്തായാലും വന്നിട്ടുണ്ട്. പരലോകത്ത് അവർക്ക് ഒരു ഓഹരിയും ഇല്ല എന്നുള്ള നിലക്ക്. മാത്രല്ല ഉയർത്തെഴുന്നേൽപ്പിന് നാളിൽ അവരോട് അല്ലാഹു തആല സംസാരിക്കൂല, അവരെ നോക്കൂല, അല്ലെ? ഒരു കാരുണ്യത്തിന്റെ നോട്ടം അവർക്ക് ലഭിക്കൂല, അവർക്ക് പരിശുദ്ധി നൽകുകയും ചെയ്യൂല. മാത്രല്ല അവർക്ക് എന്താണ്? വേദനയേറിയ ശിക്ഷയായിരിക്കും ഉണ്ടാകാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല എന്നുള്ള നിലക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി ആയത്തിന്റെ അർത്ഥം പറയാം. വമിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിലുണ്ട്, മൻ ഇൻ തഅമൻഹു ബിഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക്, ഒരു കൂമ്പാരം വിശ്വസിച്ച് ഏൽപ്പിച്ചാലും അത് തിരിച്ചു നൽകുന്നവരുണ്ട്. വമിൻഹും മൻ ഇൻ തഅമൻഹു ബിദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക്, എന്നാൽ അവരിലുണ്ട് ഒരു ദീനാർ വിശ്വസിച്ചേൽപ്പിച്ചാലും അത് തിരിച്ചു നൽകാതെ, ഇല്ലാമാതും അലൈഹി ഖായിമ, അല്ലെ, അതിൻ്റെ മേലെ ചോദിച്ച് നിരന്തരം ചോദിച്ചു നിന്നെങ്കിലല്ലാതെ അത് തിരിച്ചു തരാത്ത ആൾക്കാരുണ്ട്. ذلك بأنهم قالوا ليس علينا في الأميين سبيل, അല്ലെ, ويقولون على الله الكذب وهم يعلمون. അവരെന്താ പറയുന്നത്? അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ, അല്ലെ, അവരെ വഞ്ചിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ടാകാൻ വഴിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവര് അള്ളാഹുവിൻ്റെ മേൽ അറിഞ്ഞുകൊണ്ട്
കള്ളം പറയുകയാകുന്നു. ബല മൻ ഔഫാ ബി അഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ആരെങ്കിലും അല്ലേ, അല്ല വല്ലവനും തൻ്റെ കരാർ നിറവേറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഇമാനിഹിം സമനൻ ഖലീല, അള്ളാഹുവിനോടുള്ള കരാറും സ്വന്തം ശപഥങ്ങളും തുച്ഛമായ വിലക്ക് വിൽക്കുന്നവരാരോ ലാ ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അള്ളാഹു സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കൂല, അല്ലെ, ഒരു കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും അവർക്ക് കിട്ടൂല. യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ. വലാ യുസക്കീഹിം, അവര് പരിശുദ്ധി പ്രാപിക്കുകയും ചെയ്യൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുക, നമ്മൾ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത്, അല്ലേ. പിന്നെ എല്ലാ നിലക്കും വാക്കും പ്രവർത്തനങ്ങളും എല്ലാം സൂക്ഷ്മത, തഖ്വ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തആല ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ. റഹ്മാനായ റബ്ബെ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ് നാഥാ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഖുർആൻ്റെ ആയത്തുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നിലനിർത്തി കൊണ്ടുപോകാനും നാഥാ ഞങ്ങൾ നീ സഹായിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യവും ഔദാര്യവും അത് നിന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതാണ്. ഒരിക്കലും പിന്നെ നമുക്കത് വേറൊരാൾ നമുക്കത് തരൂല. അള്ളാഹുവെ, നീ കാരുണ്യം ചൊരിയുന്ന സച്ചരിതരായ നീ ഇഷ്ടപ്പെട്ട നല്ല അടിമകൾ കൂട്ടത്തിൽ നാഥാ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശ്വസതകൾ പാലിക്കുന്ന, കരാറുകൾ പാലിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി നാളെ നിന്റെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ആദരവ് ലഭിക്കുന്ന ആളുകൾ നാഥാ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അറിവില്ലായ്മകൾ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നാഥാ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. കൂടുതൽ കൂടുതൽ അമൽ സാലിഹാത്തുകൾ ചെയ്യാനുള്ള നല്ല ആരോഗ്യം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് നാഥാ നീ രോഗശമനവും ശിഫയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീനിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ, മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സഹായിക്കണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت ورحمة الله وبركاته.